അതിനോടൊപ്പം തന്നെ ഇവരെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇവർക്ക് വ്യക്തമായ ഒരു എയിമുണ്ട്. അൾട്ടിമേറ്റ് ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു ദ മോക്ഷം പ്രാപിക്കുക. ഈ മോക്ഷത്തിന് വേണ്ടി ഇവർ പരമാവധി എനർജി അബ്സർവ് ചെയ്യണം. ഇവർ ശവപൂജ നടത്തുന്നവരാണ്. പക്ഷെ ഇവര് ഭോഗ്യം നടത്തുന്നവരല്ല, ശവത്തെ ഭോഗിക്കുന്നവരുമല്ല. നമസ്കാരം. അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയെ കുറിച്ചാണ്. ഇത് കുറച്ചു മുമ്പ് കാണാനിടയ ഒരു വീഡിയോ ആണ്. പലർക്കും താല്പര്യമുള്ള വിഷയമായിരിക്കാം. ഈ അഘോരി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് പലർക്കും അറിയാവുന്ന വിഷയമായിരിക്കാം. പലരും ഇതിനെക്കുറിച്ച് പല ഡോക്യുമെന്റുകളും കണ്ട് കാണാം, പല കാര്യങ്ങൾ കേട്ട് കാണാം, പുസ്തകങ്ങൾ വായിച്ച് കാണാം. പലരും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്, അവരവരായിട്ടുള്ള നറേറ്റീവുകൾ എഴുതുന്നുണ്ട്. പച്ചയായിട്ടുള്ള നറേറ്റീവുകൾ വളരെ കുറവാണ് ഇതിനെക്കുറിച്ച്. അത് ഒരുപാട് ഫോറിനേഴ്സ് വരെയും പല ഡോക്യുമെന്ററികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാവുന്നതാണ്, അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിപരീതമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അവര് മാംസം ഭക്ഷിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് മാംസം ഭക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാംസം ഭക്ഷിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം. ഇദ്ദേഹം കണ്ടത്, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതോ കുട്ടി ബാബേനെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട്, ജൂനിയർ ബാബേനെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെല്ലുന്ന എല്ലാവരും കാണിക്കണമെന്നൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. അവര് ഗംഗയിൽ കൂടി ഒഴുകുന്ന ശവത്തിനെ കോല് വെച്ച് പിടിച്ചു വിട്ട് അവര് അത് ഭക്ഷിക്കാറുണ്ട്, രക്തം കുടിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ അവർക്കുണ്ട്. അതൊക്കെ പ്രാകൃതമായിട്ടുള്ള ചില ചടങ്ങുകളാണ്. അതിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആരാധന മൂർത്തി ശിവനാണ്. ശിവന്റെ ഒരു പ്രത്യേക വേർഷൻ, അതായത് കാലഭൈരവൻ എന്നുള്ള സംഭവമാണ്. കാലഭൈരവൻ എന്ന് പറയുന്നത് വളരെ സംഹാരമൂർത്തിയായ ശിവന്റെ ഒരു വെർഷനാണ്. അപ്പോൾ അതാണ് അവരുടെ ആരാധനാമൂർത്തി. അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള സംഭവമാണ്. അപ്പോൾ വൈരാഗികളാണ് അഘോരികൾ എന്ന് പറയുന്നത്. അവരുടെ മെന്റൽ എനർജി ഫോക്കസ് എല്ലാം ഡിസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ബേസ് എന്താണ് ഒരു വ്യക്തി അഘോരിയായി മാറാനുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ സുഖങ്ങളും വെടിയാനായിട്ടുള്ള മനസ്സുണ്ടാകുക. അത് വരുമ്പോഴാണ് ഒരു വ്യക്തി അഘോരിയാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം, അതായി മാറുക എന്നുള്ളതാണ്. അതിന് അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർ അങ്ങനെയായി മാറുന്നത്. അപ്പൊ പിന്നെ ലോകവുമായിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. കാര്യം ലോകത്തിൽ ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതെല്ലാം മായയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാം മായയാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എല്ലാം മായയാണ്. അപ്പോൾ ഇത് ഒരു നിമിഷം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇല്ലാതെയാവും. ഈ കണ്ട ആൾക്കാരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്നും നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാവരും അവനവൻ്റെ ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ വർണ്ണശബലമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതും ജീവിതമാണ്. അങ്ങനെ പല ജീവിതങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ആ വർണ്ണശബലമായിട്ടുള്ള ജീവിതത്തിൽ മനുഷ്യർ ഒഴിവാക്കുന്ന കാര്യങ്ങളെ ഏറ്റുവാങ്ങുന്നതാണ് അഘോരികളുടെ ബേസ് ഫിലോസഫി എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മോശമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിനെ ഡാർക്ക് ആയിട്ട് കാണുന്നത്, അതെല്ലാം എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ് അഘോരികളുടെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. അതിൽ പല ആഭിചാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഹൈ ലെവൽ അഘോരികൾക്ക് മാത്രം ഉള്ള കാര്യങ്ങളാണ്. അവർ മാത്രമാണ് അത്രയും എനർജി ഉൾക്കൊള്ളുന്നത്. കാര്യം അവർക്ക് മാത്രം, അവരുടെ DNA മാത്രമേ അത്ര എനർജി ഉള്ളൂ. അവരാണ് പുതിയ ബാബകളെയൊക്കെ പരിശീലിപ്പിക്കുന്നത്. പുതിയ അഘോരി ബാബകളെയൊക്കെ അവരാണ് പരിശീലിപ്പിക്കുകയൊന്നുമില്ല. അതാ ഒരു ശിഷ്യൻ ഗുരുവിനെ തേടി ചെല്ലുന്ന പോലെ ഇരിക്കും. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, അത് അഘോരി എന്നല്ല, ഏത് സ്പിരിച്വൽ കൺസെപ്റ്റിലായാലും നമ്മൾ പറയും ഇതേമാതിരി ശിഷ്യൻ റെഡിയാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ശിഷ്യൻ അത്രക്ക് ആഗ്രഹിച്ച് വരുമ്പോൾ, അത് തേടി വരുമ്പോഴാണ് അതിന് പറ്റിയ ഗുരു നമ്മുടെ മുമ്പിൽ വന്ന് തെളിയുന്നത്. അപ്പോൾ അത് ഏത് ഫിലോസഫിയിലായാലും അങ്ങനെ തന്നെ, ഏത് സ്പിരിച്വൽ ഫിലോസഫിയിലായാലും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന മാതിരി ഏത് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യമുള്ള, നമ്മൾ ഈ ചില ക്രിസ്ത്യൻ ഫിലോസഫിയിൽ, അല്ലെ ചില ഇസ്ലാമിക ഫിലോസഫിയിലൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ എക്സ്ട്രീം ഫിലോസഫീസാണ്. അതായത് ഈ ക്രിസ്ത്യൻസ് ഒക്കെ പോയിട്ട് വഴി പോയിരുന്നുകൊണ്ട് ഈ വചനപ്രഘോഷണം നടത്തുന്ന പോലെയല്ല, അങ്ങനെ സപ്ലൈ ചെയ്യാനുള്ളതല്ല യഥാർത്ഥ സ്പിരിച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ സ്പിരിച്വൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് പഠിച്ച് ആർജിക്കേണ്ട സംഭവമാണ്. മൂല്യമുള്ള സ്പിരിച്വൽ ഫിലോസഫികളിലൊക്കെ അതെന്ത് തന്നെ ആയാലും, അത് ഷാമനിസം ആയാലും കൊള്ളാം, എന്ത് തന്നെ ആയാലും കൊള്ളാം, അല്ലെ യഥാർത്ഥ സ്പിരിച്വൽ ഫിലോസഫിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ഇൻഡോക്ട്രിനേറ്റഡ് സ്പിരിച്വൽ ഫിലോസഫീസ് ആണ്. ഇസ്ലാം എന്ന് പറഞ്ഞാലും കൊള്ളാം, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാലും കൊള്ളാം. ഒരു പരിധി വരെ ചില ഇതിലൊക്കെ ഹിന്ദുയിസം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഹിന്ദുയിസം വളരെ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു ഫിലോസഫിയാണ്. അതൊരു ക്രോഡീകരിച്ച ഫിലോസഫി അല്ല. അതിനകത്തുനിന്നൊരു ബ്രാഞ്ച് ഫിലോസഫിയാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്, ഈ അഘോരിസം എന്ന് പറയുന്നത്. അത് വളരെ എക്സ്ട്രീം, വളരെ കുറിക്കൊള്ളുന്ന ഒരു ഫിലോസഫിയാണ്. അതിലവർ കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. കാര്യം
അതങ്ങനെയാണ് കാര്യം. അതിലൊരു സത്യമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം മായയാണെന്ന് അറിയാം. മായയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ജീവിക്കുകയാണ്, ഈ മാട്രിക്സിൽ ജീവിക്കുകയാണ്. അപ്പൊ അവരത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു മായയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്. പക്ഷെ അതിന് പറയുന്ന പേര് മോക്ഷ എന്നുള്ളതാണ്. മോക്ഷ എന്ന് പറയുന്നതിന്റെ അത് നമ്മളിപ്പോ ഇംഗ്ലീഷ് പദം എന്ന് പറയാം എൻലൈറ്റൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, തിരിച്ചറിവ് അല്ലെങ്കിൽ നമ്മൾ അവബോധത്തിലെത്തുന്നത്. അതിനെയാണ് ഈ മോക്ഷ എന്ന് നമ്മൾ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത്. അത് ഇപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ഇത് എനർജി എല്ലാം കൂടി ഉൾക്കൊണ്ടിട്ട് അവർക്ക് മോക്ഷയിൽ എത്തണമെന്നുള്ളതാണ്. അല്ല, മോക്ഷയിൽ എത്തിയതിനു ശേഷം, ആ എൻലൈറ്റൻമെന്റിൽ എത്തിയതിനു ശേഷമാണ് ഒരു വ്യക്തി അഘോരിയാകുന്നത്, യഥാർത്ഥ അഘോരിയാകുന്നത്, അഘോരിയായി തുടരുന്നത്. അതാണ് അതിന്റെ സത്യം എന്ന് പറഞ്ഞത്. അത് ഇദ്ദേഹം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അത് ഇദ്ദേഹം ആ കുട്ടി ഭാവയുമായിട്ട് കണ്ടുമുട്ടിയത് കൊണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് അത് മനസ്സിലാകത്ത്. കാര്യം ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് ഒരു വ്യക്തി അഘോരസത്തിലേക്ക് പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളൊക്കെ സമൂഹത്തിന്റെ അത്യാവശ്യം നല്ലൊരു സാമൂഹിക പൊസിഷനിലൊക്കെ അലങ്കരിച്ച വ്യക്തികളായിരിക്കും. അതൊക്കെ ഒരു സമയത്ത് തകർന്നടിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവര് അഘോരിസത്തിലേക്കൊക്കെ പോകുന്നത്. കാര്യം ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പലവരും പോകുന്നത്, അഘോരിസത്തിലേക്ക് മാറുന്നത്. പക്ഷെ അത് വളരെ വൈകൃതമായിട്ടൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരീരം തന്നെ ഇല്ലാണ്ടായി. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആൺ പെൺ വിവേചനമൊക്കെ മനസ്സിലാകാത്ത രീതിയിൽ പോലും സ്ത്രീകളുടെ മുടിയും സ്ഥലവും കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ. പക്ഷെ അഘോരികളുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാര്യം അവരുടെ ഭക്ഷണക്രമങ്ങളും അവരുടെ രീതികളും ഒക്കെ അങ്ങനെയാണ്, അവർ വർജിക്കുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. അവർ ആ ഒരു വൈരാഗ്യ രീതിയിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അത് അത്രയും എക്സ്ട്രീം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മായയിൽ താല്പര്യമില്ല. ഇതെല്ലാം മായയാണെന്ന് അറിയാം, മായയിൽ ജീവിക്കുന്നവർ മായയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു വൈരാഗ്യ സ്വഭാവത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിൽ ഈ കാലഭൈരവൻ അല്ലെങ്കിൽ ഭൂതനാഥൻ എന്ന് പറഞ്ഞ ശിവന്റെ ഒരു പ്രത്യേക വർഷനെ പൂജിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ഇനി അതിനകത്ത് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഫിലോസഫിയിൽ അതിനെ സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അതിനകത്ത് ഇതിനൊരു അർത്ഥമില്ല. കാര്യം ഇതൊരു ഡിസ്ട്രക്റ്റീവ് സ്പിരിച്വൽ ഫിലോസഫിയാണ്. അപ്പോൾ പല സമയങ്ങളിലും അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ഫിലോസഫിയുടെ ആവശ്യം വരാറുണ്ട്. അങ്ങനെയും റിയാലിറ്റികളുണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് അഘോരസത്തിന് സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, അഘോരസത്തിന് പ്രാധാന്യമുണ്ട്. അതും ഈ കണ്ട അഘോരികളൊന്നുമല്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് 79,000 പോപ്പുലേഷൻ ഉണ്ട് അഘോരിയെന്ന്. അതെല്ലാവരും അഘോരികളുമല്ല, വളരെ വളരെ ചുരുക്കം പേര് മാത്രമേ ആ ലെവലിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ. ഇനി അഘോരികൾ ആണോ ഇദ്ദേഹം പറയുന്നുണ്ട് അത്ര കോസ്മിക് എനർജി ഉൾക്കൊണ്ടിട്ടുള്ള വേറെ ജനവിഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അഘോരികളെക്കാൾ മേലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്.